ഹായ് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എമർജിങ് ടെക്നോളജീസിനെ പറ്റിയിട്ടാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻട്രോ മാത്രം കേട്ടോ. അതായത് എന്തൊക്കെയാണ് എ ആർ വി ആർ, എന്താണ് സംഭവം എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നുള്ള പേര് നിങ്ങൾ പല സ്ഥലത്തും എവിടെയും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓഗ്മെന്റഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? നമ്മൾ കാണുന്ന റിയൽ വേൾഡിലേക്ക് നമ്മൾ കുറച്ച് ഡിജിറ്റൽ സ്റ്റഫ് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. അതായത് റിയാലിറ്റിയിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആർട്ടിഫിഷ്യലി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയാം. നമ്മുടെ ക്യാമറയിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്ലാസ് വെച്ചിട്ടോ നമ്മളൊരു ഒരു ഒരു റിയൽ ഒരു ഗ്രാഫിക്സ് നമ്മുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബ്ലെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ഗെയിംസ് കളിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ കുറേ ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സുകളുണ്ട്. നമ്മുടെ കളർ ടോൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്ലാസ് വെക്കാൻ പറ്റും, നമുക്ക് മീശ വരും, നമുക്ക് കുറച്ച് പൂക്കൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ കാണുന്ന ക്യാമറയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെ വിളിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അത് റിയൽ വേൾഡ് തന്നെയാണ്, ബട്ട് വിത്ത് സം കൂൾ ഡിജിറ്റൽ എഫക്ട്സ് ഒക്കെ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഓവർലേസ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് കൊണ്ട് നമ്മൾ നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സിനെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, കളർഫുൾ ആക്കുന്നു, കൂൾ ആക്കുന്നു. അതിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുക. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത് അത് നമുക്ക് ചോദിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ വെർച്വൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വെർച്വൽ റിയാലിറ്റിയാണ് നമ്മൾ നമ്മൾ ഒരു ഡിജിറ്റൽ സോണിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയാണ് നമ്മൾ ഒരു വി ആർ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ എച്ച് ടി സി വൈവ് അല്ലെങ്കിൽ പി സി വി ആർ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വി ആർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ പോയിരുന്ന് കണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൽ കുറേ പ്ലേസുകൾ വരുന്നുണ്ടാവും, കുറേ ഗെയിമുകൾ ഉണ്ടാവും, കുറേ ഷൂട്ടിംഗ് ഉണ്ടാവും, കുറേ ചാടാനുണ്ടാവും, ഓടാനുണ്ടാവും, പിന്നെ കോയിൻസ് കളക്ട് ചെയ്യാനുണ്ടാവും. ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ പോയി ഒരു ഡിജിറ്റൽ വേൾഡിൻ്റെ ഉള്ളിൽ പോയാണ് നമ്മൾ ഫുള്ളി അത് സിമുലേഷൻ നടക്കുന്നത്. അങ്ങനത്തെ കോൺസെപ്റ്റാണ് വെർച്വലി വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ വേൾഡ്. അത് പുറത്ത് നമ്മളത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ദെയർ. സോ അങ്ങനത്തെ ടൈപ്പാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. വി ആർ ഗെയിമിങ്, വെർച്വൽ ടൂർ. ഒരു മ്യൂസിയത്തിനൊക്കെ നമുക്ക് ഇപ്പോൾ കുറേ വെബ്സൈറ്റുകൾ നമുക്ക് വെർച്വൽ റിയാലിറ്റി പോലെ നമുക്ക് മൂവ് ഒക്കെ ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എവിടെയാണ്, ഏത് റൂമിലാണ്, അങ്ങനെയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലൈറ്റ് സിമുലേഷൻ, അതായത് ഫ്ലൈറ്റ് എങ്ങനെ ഓടിക്കണം എന്നുള്ള ട്രെയിനിങ് ഉള്ള ബേസിക്കുകളുണ്ട്. പിന്നെ നമ്മൾ ഫിറ്റ്നസ് ആപ്സുകളിലൊക്കെ എങ്ങനെ എങ്ങനെ മൂവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എ ഡിജിറ്റൽ വേൾഡ് യു ക്യാൻ സ്റ്റെപ്പ് ഇൻ. അതിനെയാണ് നമുക്ക് എന്ത് പറയുക, വി ആർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ എ ആറും വി ആറും നമ്മൾ വ്യത്യാസം വേണം. എ ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള റിയൽ വേൾഡിലേക്ക് സം ഡിജിറ്റൽ സ്റ്റഫ്സ് ആഡ് ചെയ്യുന്നതാണ് എ ആർ എന്ന് പറയുന്നത്. വി ആർ എന്ന് പറയുമ്പോൾ വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഡിജിറ്റൽ കോൺസെപ്റ്റ്. ഓക്കെ. അതിനാണ് വി ആർ എന്ന് വിളിക്കുക. ഓക്കെ. ഇനി ബിഗ് ഡാറ്റ, എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ പേരുകളൊക്കെ നിങ്ങൾക്ക് കാണും അല്ലേ? ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം അല്ലേ? ഇറ്റ് ഗിവ്സ് യു സം ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് കോൾഡ് ഡാറ്റ. അങ്ങനത്തെ ഡാറ്റേൻ്റെ അനലിറ്റിക്സ് ആണ് എന്ന് പറയുന്നത്. അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, അനലൈസ് ചെയ്യുക അല്ലേ? ഇപ്പം നിങ്ങളുടെ പരീക്ഷ പേപ്പറുകളെല്ലാം കഴിഞ്ഞ് നമ്മളൊരു അനാലിസിസ് നടത്താറുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടായത്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് മാർക്ക് കുറവ്, എന്ത് സബ്ജക്റ്റിനാണ് മാർക്ക് കൂടുതൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പാറ്റേൺ കിടക്കുന്നത്, എത്ര സബ്ജക്റ്റിൽ പാസ്സായി. ഒരു അനാലിസിസ് വി ഷുഡ് ബി ദെയർ, ദെൻ ഓൺലി വി ക്യാൻ ഇംപ്രൂവ്, റൈറ്റ്? സോ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇംപ്രൂവ് ആവുന്നത് പല കാര്യങ്ങളും. ഓക്കെ. സോ ലൈക്ക് ദാറ്റ് ബിഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. അത് ഭയങ്കര കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ. അങ്ങനത്തെ കേസുകളുള്ള സംഭവത്തിനാണ് ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞാൽ എത്രത്തോളമുള്ള ഡാറ്റ എന്ന് മാത്രമല്ല, എത്ര ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അത് എത്ര ഡിഫറെൻ്റ് ആണ്, എത്ര യൂസ്ഫുൾ ആണ്, ഇതൊക്കെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓൺലി നോട്ട് അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഡാറ്റ, ഇറ്റ്സ് അബൌട്ട് ദ ഫാസ്റ്റ്, അതായത് എത്ര ഫാസ്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും, എത്ര ഡിഫറെൻ്റ് ആണ് അത്, എത്ര യൂസ്ഫുൾ ആണ് അത്. ഇത്രയും കാര്യങ്ങൾ ബിഗ് ഡാറ്റയിൽ വരുന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് വാല്യൂ ഇൻ ദിസ് ഡാറ്റ. ഒരു ഡാറ്റയിൽ എന്തൊക്കെയാണ് അതിൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ എല്ലാ ഇൻഡസ്ട്രിയിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, നമുക്ക് നമ്മുടെ സർവീസുകൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, പ്രൊഡിക്ഷൻ ചെയ്യണമെങ്കിൽ, ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡാറ്റ ആവശ്യമാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ കോളേജിൽ നടത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ കുട്ടികളുടെ എന്താ പറയുക, മാർക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് വി കുഡ് ഇംപ്രൂവ്, റൈറ്റ്? നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വാല്യൂ കിട്ടുമ്പോഴാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് കേസുകൾ നമുക്ക് ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡിക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്, നമ്മുടെ ഡിസിഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പോൾ അതിൽ കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയറിൽ നമുക്കറിയാം, ഒരു കോവിഡ് വന്ന സമയത്ത് ദർ വർ സോ മെനി പ്രൊഡിക്ഷൻസ് അബൌട്ട് ഡിസിഷൻ, എങ്ങനെയാണ് അത് ഔട്ട് ബ്രേക്ക് ആയി, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓരോരുത്തർക്ക് കൊടുക്കാം, എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുക ഈ ഒരു ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്.
ഒരു കസ്റ്റമർ ഇപ്പോൾ നമുക്ക് കുറേ ഡാറ്റ ഉണ്ട്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളുടെ കസ്റ്റമറിന്റെ ബിഹേവിയർ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം മാർക്കറ്റിൽ. ഫിനാൻസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഫ്രോഡിന്റെ ഒരു ലക്ഷണങ്ങൾ, അതുപോലെ എങ്ങനെയാണ് ട്രേഡിംഗ് നടത്താൻ പറ്റും, എന്തൊക്കെ പാറ്റേൺസുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട്. സോ ഫ്രം ദ ഹോൾ ഡാറ്റ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി എന്റർടൈൻമെന്റിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ജോണർ ആയിരിക്കും മൂവീസിൽ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലുള്ള അവർക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ കാണുന്ന മൂവീസുകളിൽ നിന്ന് നമുക്ക് ഡാറ്റ മനസ്സിലാക്കി എന്ത് ചെയ്യും, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ജോണേഴ്സ് എനിക്ക് ഇഷ്ടപ്പെടും, റോം കോം ആണോ, കോമഡി ആണോ, ഹൊറർ ആണോ എന്ന് മനസ്സിലാക്കി അത് പ്രൊഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് എനിക്ക് എന്താ പറയുക ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ചുള്ള റിലവൻറ്റ് ആഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ എന്താ, നമുക്ക് ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്ത റൂട്ട്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ട്രാഫിക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഡാറ്റ കൊണ്ടേ പറ്റുള്ളൂ. സോ ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു ലേൺ, ടു ഗ്രോ അല്ലേ. ആ കോൺസെപ്റ്റാണ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന IoT അല്ലെ. നമ്മൾ അറിയാണ്ട് കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ IoT ബേസ്ഡ് ആണ്. IoT പറഞ്ഞ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എവരിഡേ സർവീസുകളിൽ, അല്ലെങ്കിൽ എവരിഡേ യൂസ് ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ ഡിവൈസുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കളക്ട്, സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. അതിന് കളക്ട് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും ഡാറ്റ. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്മാർട്ട് ലൈറ്റ് ബൾബ്സുകൾ, ഫിറ്റ്നസ് വാച്ചസുകൾ, അതൊന്നും യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. ഫ്രിഡ്ജസ്, അതായത് അങ്ങനെയുണ്ട്, ഫ്രിഡ്ജസ് ദാറ്റ് റിമൈൻഡ് യു ടു ബൈ മിൽക്ക്. ഇതൊക്കെ IoT ബേസിസിൽ തന്നെയാണ്. എങ്ങനെയാണ് IoT വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിൽ ഡിവൈസ് വിത്ത് സെൻസേഴ്സ് കളക്ട് ഡാറ്റ. അപ്പോൾ ഡിവൈസിൻ്റെ ഉള്ളിൽ സെൻസർ ഉണ്ടാവും ദാറ്റ് വിൽ കളക്ട് ദ ഡാറ്റ. ഓക്കെ, ലൈക്ക് എക്സാമ്പിൾ ലൈക്ക് ടെമ്പറേച്ചർ, ലൊക്കേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡാറ്റ ഇന്റർനെറ്റിലൂടെ നമ്മുടെ മെയിൻ സെർവറിലേക്ക്, ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യും. ഡാറ്റ വിൽ ഗോ ടു ദ സെർവർ ഒരു ക്ലൗഡ്. അത് അനലൈസ് ചെയ്യും, അത് ട്രിഗർ ചെയ്യും ആക്ഷൻസ്. നമുക്ക് എന്താണോ ആവശ്യം അതിനുള്ള ട്രിഗർ ചെയ്യും, അത് ഗിവ് യു അപ്ഡേറ്റ്സ്. ഇപ്പം ഫിറ്റ്നസ് ആപ്സ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചസ് യൂസ് ചെയ്ത ആൾക്കാരില്ല. ഇറ്റ് ക്യാൻ ബ്ലെൻഡ് വിത്ത് ദ മൊബൈൽ ഫോൺ അല്ലേ. മൊബൈൽ ഫോണിൽ വരുന്ന കോൾസ് ഒക്കെ ഇതിൽ റിസീവ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ എന്തൊക്കെ ചെയ്യണം, അപ്പം ഡാറ്റാസ് എടുത്ത ശേഷം ഡിവൈസസ് സെൻസർ യൂസ് ചെയ്ത് ഡാറ്റ എടുത്ത ശേഷം ആ ഡാറ്റയെ നമ്മൾ ഇന്റർനെറ്റിലൂടെ പാസ് ചെയ്ത് അത് ഡാറ്റ ക്ലൗഡിൽ പോയി സ്റ്റോർ ചെയ്യുന്നു. അറ്റ് ദ മൊമെന്റ് വെൻ യു ഗെറ്റ് സം കോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ്, റൈറ്റ്. നമുക്ക് ഫോണിലും വരും, നമുക്ക് നമ്മുടെ വാച്ചിലും അതൊക്കെ അപ്ഡേറ്റ് ആവും. സോ ലൈക്ക് ദാറ്റ് ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഈ കോൺസെപ്റ്റ് ഫുൾ വർക്ക് ചെയ്യുന്ന IoTയിലാണ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സിലാണ്. ഇപ്പോൾ യുവർ എക്സാമ്പിൾ ആയിട്ട് പറയാം, സ്മാർട്ട് വാച്ച് ട്രാക്സ് യുവർ ഹാർട്ട് റേറ്റ്, സെൻഡ് ഇറ്റ് ടു ആൻ ആപ്പ് ഷോസ് യുവർ ഡെയിലി ഫിറ്റ്നസ് ട്രെൻഡ്സ് ആൻഡ് യു ഗെറ്റ് ഇറ്റ് റിമൈൻഡർ ടു മൂവ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ അനങ്ങാണ്ടിരുന്നാൽ പറയും നടക്കണം അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വരും. ഈവൻ വാട്ടർ നമുക്കൊരു 16 ഗ്ലാസസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ആ 16 ഗ്ലാസസ് അച്ചീവ് ആയില്ലെങ്കിൽ ദേ വിൽ ഗിവ് യു റിമൈൻഡർ ലൈക്ക് ഡ്രിങ്ക് ദ വാട്ടർ ലൈക്ക് ദാറ്റ് അവർ പറയും. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഏതിൻ്റെ കോൺസെപ്റ്റിലാണ്, ഏത് ടെക്നോളജി അണ്ടറിലാണ്, IoTയുടെ അണ്ടറിലാണ്. ഓക്കെ, ആൻഡ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമ്മൾ സ്മാർട്ട് വാച്ച്, സ്മാർട്ട് തെർമോസ്റ്റാറ്റ്, കണക്റ്റഡ് കാർ, സ്മാർട്ട് ഫ്രിഡ്ജ്, ഫാക്ടറി സെൻസേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് എക്സാമ്പിൾ ഓഫ് IoT ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് റോബോട്ടിക്സ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാമബിൾ ആയിട്ടുള്ള റോബോട്ട്സിനെ അല്ലെങ്കിൽ മിഷനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ മിഷൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്, അതിന് ടാസ്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും, ഓർ വിത്ത് എ ഗൈഡൻസ് ഇറ്റ് ക്യാൻ ഡു എ ടാസ്ക് ഓർ റിപ്പീറ്റഡ് ടാസ്ക് വെരി എഫക്റ്റീവ്ലി. നമ്മൾ ഇപ്പോൾ ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു റിപ്പീറ്റഡ് ടാസ്ക് ചെയ്യുമ്പോൾ വിൽ ഫീൽ ടയേർഡ്, വി ഫീൽ നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലേ. ആ കോൺസെപ്റ്റ് റോബോട്ടിന് ഉണ്ടാവില്ല, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഹ്യൂമൻ മൈൻഡ് ടു തിങ്ക്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ് അവരുടെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു പ്രോഗ്രാമിംഗ് റോബോട്ട്സ് അല്ലെങ്കിൽ മിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, റോബോട്ടിക്സ്. ആ ഫീൽഡിനെയാണ് നമ്മൾ പറയുക റോബോട്ടിക്സ് എന്ന് പറയാം. അപ്പോൾ ഒരു റോബോട്ടിന് എന്ത് ചെയ്യാം, സെൻസ് ചെയ്യാൻ പറ്റും, തിങ്ക് ലിറ്റിൽ, അത് എന്താ പറയുക, തിങ്ക് ചെയ്യാൻ കുറച്ചേ പറ്റുള്ളൂ. ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് വി ആർ പ്രൊവൈഡഡ് ദേ ക്യാൻ തിങ്ക്. ഓക്കെ, ആൻഡ് ആക്ട് ജസ്റ്റ് ലൈക്ക് എ മിനി ഡിജിറ്റൽ അസിസ്റ്റന്റ് വിത്ത് എ ബോഡി. ഓക്കെ, ഒരു ബോഡിയുള്ള ഒരു മിനി ഡിജിറ്റൽ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുക, റോബോട്ട് എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയാണ് ബേസിക് പാർട്സ് ഓഫ് എ റോബോട്ട് ചോദിച്ചാൽ, ഒന്ന് കൺട്രോളർ, അതായത് റോബോട്ടിൻ്റെ ബ്രെയിൻ, ജസ്റ്റ് ലൈക്ക് നമ്മുടെ CPU, നമ്മുടെ ബ്രെയിൻ പോലെ കമ്പ്യൂട്ടറിൻ്റെ CPU എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ആർഡിനോയോ റാസ്ബെറി പൈയോ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും കൺട്രോൾ ചെയ്യാൻ, ആസ് എ കൺട്രോൾ ആക്ട്. ഓക്കെ, ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മോട്ടോഴ്സ് ദാറ്റ് മൂവ്, നമുക്ക് ആംസും വീൽസും ലെഗൊക്കെ മൂവ് ചെയ്യണ പോലെ ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഇനി സെൻസേഴ്സ്, ഐസ്, ഇയർ, ടച്ചിങ് ഇതാക്കാൻ വേണ്ടി റോബോട്ട് ഉണ്ട്. ക്യാമറ, മൈക്രോഫോൺ, പ്രോക്സിമിറ്റി സെൻസറൊക്കെ ഉണ്ടാവും. ഐ കാണിക്കുന്നത് ഈ ക്യാമറ ആയിരിക്കും. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ. പ്രോക്സിമിറ്റി സെൻസർ പറഞ്ഞാൽ അടുത്ത ആരൊക്കെ വന്ന് ടച്ച് ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സെൻസേഴ്സ് ഉണ്ടാവും. പവർ എന്താ, ബാറ്ററീസ് ഓർ ഇലക്ട്രിസിറ്റി ടു റൺ ഇറ്റ്, അല്ലെ റൺ ചെയ്യണമെങ്കിലും അത് വേണം. ബോഡി എന്ന് പറഞ്ഞാൽ ഫ്രെയിം, ഒരു സ്ട്രക്ചർ ഓഫ് ദ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത്രയും പാർട്സ് ആണ് നമ്മുടെ റോബോട്ടിൽ. കൺട്രോളർ, ആക്ച്വേറ്റേഴ്സ്, സെൻസേഴ്സ്, പവർ, പിന്നെ ബോഡി. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു റോബോട്ടിൻ്റെ പാർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും.
എന്തൊക്കെ റോബോട്ടിന് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും, തിങ്ക് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ റോൾ ചെയ്യുക, വാക്ക് ചെയ്യുക, ഫ്ലൈ ചെയ്യുക, സ്വിം ചെയ്യാം. സീ എന്ന് പറയുമ്പോൾ എന്താ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഹീറ്റ്, ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കോഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത രീതിയിൽ മാത്രം തിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാം, ലിറ്റിൽ തിങ്കിങ്ങേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അതിൻ്റെ തിങ്കിങ് പവർ എന്ന് പറയുന്നത്. ആക്ട് ഇപ്പോൾ ഒരു സാധനം പിക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റോബോട്ടിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദ തിങ് ഈസ് ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി നീഡ് ടു തിങ്ക്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ തന്നെയാണ്. ഹ്യൂമന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇറ്റ് ക്യാൻ ആക്ട് അക്കോർഡിംഗ്ലി ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഡു ദ ടാസ്ക്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ഈസി ആയിട്ട് നമുക്ക് സൈമിൾട്ടേനിയസ്ലി ചെയ്യാൻ പറ്റും. അതാണ് റോബോട്ടിന്റെ പ്രത്യേകതകൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വൺ മോർ ഈസ് ദർ. ചലഞ്ചസ് ഇൻ എ റോബോട്ടിക്സ്. എന്തൊക്കെയാണ് ചലഞ്ചസ് എന്ന് പറയാം? ഒന്ന്, റോബോട്ടിനെ ക്ലിയർലി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അതുപോലെ അൺനോൺ പ്ലേസസിൽ നാവിഗേഷൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബാറ്ററി ലൈഫ് ആൻഡ് പവർ ഇഷ്യൂ സംടൈംസ് അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെ മാറാം. പിന്നെ സേഫ്റ്റി അറൌണ്ട് ഹ്യൂമൻസ് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇതിന്റെ റിയാക്ഷൻസ് മാറുന്നത്. നമ്മൾ കൊടുക്കുന്ന കോഡിനെ തിരിച്ചും മറിച്ചും ആവാം. ഇപ്പോൾ എന്തിരനൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സേഫ്റ്റി അറൌണ്ട് ഹ്യൂമൻസ് ഇസ് ലിറ്റിൽ എ ചലഞ്ച് ഫോർ us. സെക്യൂരിറ്റി ചിലപ്പോൾ ഹാക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക്. അത് ഹാക്കേഴ്സിന് അത് ഈസി ആയിരിക്കും ചിലപ്പോൾ ഹാക്ക് ചെയ്യാൻ. സോ സെക്യൂരിറ്റി ഫീച്ചേഴ്സിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോബോട്ടിക്സിന്റെ ചലഞ്ചസ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.